നമസ്കാരം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത ഇങ്ങനെ അവസാനിക്കാതെ നീണ്ടുപോവുകയാണ്. മോദിക്കും ട്രംപിനും ഈഗോ ഉണ്ട് എന്നത് തന്നെയാണ് പ്രശ്നം. സാധാരണഗതിക്ക് ഒരു ഭരണാധികാരി ഈഗോ പുറത്തെടുക്കുമ്പോൾ മറ്റേ ഭരണാധികാരി വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് പല പ്രതിസന്ധികളും പരിഹരിക്കപ്പെടാൻ കാരണമാകുന്നത്. ഇവിടെ ട്രംപിൻ്റെ ഈഗോയെ വെല്ലുന്ന ഈഗോ മോദിക്കുള്ളത് കൊണ്ട് തന്നെ, മാത്രമല്ല ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ട്രംപിനെ പോലെ തന്നെ ഇത്തരം ഈഗോകൾ നിലനിൽപ്പിനെ സഹായിക്കും എന്നതുകൊണ്ട് തന്നെ മോദിയും വഴങ്ങുന്നില്ല. ട്രംപിൻ്റെ ഓരോ പ്രഖ്യാപനത്തിനും തിരിച്ചടി കൊടുക്കുന്നത് മറുപ്രഖ്യാപനം നടത്തിയോ മറു താരിഫ് പ്രഖ്യാപിച്ചോ അല്ല, നേരെ മറിച്ച് ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന തരത്തിലുള്ള അവഗണനയിലൂടെയാണ്. ഏറ്റവും സുപ്രധാനമായി സംഭവിച്ചത് ഇക്കുറി ഈ ഒരു ഈഗോ ക്ലാഷ് പല അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെയും നേരിട്ട് ബാധിക്കുന്നുണ്ട്. UN പൊതുസഭ ഈ മാസം ഒടുവിൽ അമേരിക്കയിൽ നടക്കുമ്പോൾ മോദി പങ്കെടുക്കാതിരിക്കുന്നത് ഈഗോ ക്ലാഷിൻ്റെ ഭാഗമായി തന്നെയാണ്. മോദി ജയശങ്കറിനെയാണ് അയക്കുന്നത്, പങ്കെടുക്കുന്നില്ല. ഇത് ട്രംപിനെ ഹർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വർഷം ഒടുവിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ക്വാഡ് സമ്മേളനത്തിൽ ട്രംപ് പങ്കെടുക്കില്ല. ഈ ക്വാഡ് സമ്മേളനം എന്ന് പറയുന്നത് സുപ്രധാനമായൊരു കൂട്ടുകെട്ടാണ്. അമേരിക്കയും ഇന്ത്യയും ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്നുള്ള കൂട്ടുകെട്ട്. ഈ കൂട്ടുകെട്ട് വാസ്തവത്തിൽ പരമ്പരാഗത കൂട്ടുകെട്ടിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വ്യക്തമായ ചില പദ്ധതികളോടെ ഇന്ത്യ മുമ്പോട്ട് വെച്ച നിർദ്ദേശത്തിൻ്റെ തുടർച്ചയാണ്. ആ ക്വാഡ് സമ്മേളനം ഇക്കുറി ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ്. അതിൽ പങ്കെടുക്കില്ല എന്നതാണ് ട്രംപിൻ്റെ തീരുമാനം. അങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്ന G20 മീറ്റിങ്ങിലും ഇന്ത്യ പങ്കെടുക്കില്ല. ഈ G20 മീറ്റിംഗ് അടുത്ത വർഷം അമേരിക്കയിൽ ട്രംപിൻ്റെ മയാമിയിലെ ഗോൾഫ് ക്ലബ്ബിൽ വെച്ച് നടക്കുന്നതാണ്. നമുക്കറിയാം, 2 വർഷം മുമ്പ് ഇന്ത്യയിൽ നടത്തിയപ്പോൾ മോദി അത് വലിയ ആഘോഷമാക്കിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ G20 മീറ്റ് ഇക്കുറി നടക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഗോൾഫ് ക്ലബ്ബിലാണ്. ലോകത്തെ ഏറ്റവും ശക്തമായ 20 രാജ്യങ്ങളുടെ തലവന്മാരെത്തും. ചൈനയുടെയും റഷ്യയുടെയും അടക്കമുള്ള തലവന്മാർ എത്തുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ആ പരിപാടിയിൽ മോദി പങ്കെടുത്തേക്കില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ റഷ്യയുടെയും ചൈനയുടെയും പ്രസിഡന്റുമാരും ബഹിഷ്കരിച്ചേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശീതയുദ്ധം തുടരുകയാണ്. എന്നാൽ മോദിയും ഇന്ത്യയും എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. പരസ്യമായി അമേരിക്കയോ ട്രംപിനെയോ തള്ളി പറയേണ്ടതില്ല. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ളത് വളരെ പ്രത്യേകതരം ഒരു ബന്ധമാണ്. ആ ബന്ധം വിച്ഛേദിക്കേണ്ട സാഹചര്യമൊന്നുമില്ല എന്നാണ് പരസ്യമായി പറയുന്നത്. എന്നാൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെ അമേരിക്കയോട് മാപ്പ് പറഞ്ഞ് ട്രംപിൻ്റെ കാലിൽ പിടിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. റഷ്യൻ ഇറക്കുമതിയുടെ പേര് പറഞ്ഞ് 50% പിഴ താരിഫ് ചുമത്താൻ അമേരിക്ക തീരുമാനിക്കുമ്പോൾ ഇന്ത്യ വഴങ്ങുമെന്നാണ് കരുതിയത്. വഴങ്ങിയില്ല. 5 വട്ടം പൂർത്തിയായ വ്യാപാര ചർച്ച ഏതാണ്ട് നിശ്ചലമായിരിക്കുന്നു. ട്രംപ് ഇടയ്ക്കിടെ ഇന്ത്യയുമായി നല്ല ബന്ധമാണ്, ഞങ്ങൾ ഒരുമിച്ച് പോവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ട്രംപിൻ്റെ ഈഗോ അടങ്ങുന്നില്ല. അതുകൊണ്ടാണ് പരസ്യയുദ്ധം കുറയുമ്പോഴും രഹസ്യയുദ്ധം തുടരുന്നത്. ഏറ്റവും ഒടുവിൽ ട്രംപ് നടത്തുന്ന നീക്കത്തെക്കുറിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ എഴുതുന്നത് ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് നിർത്താൻ ശ്രമിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, ഇന്ത്യയെ ഏറ്റവും ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ IT മേഖലയുടെ വളർച്ചയാണ്. ഇന്ത്യൻ IT വിദഗ്ധരാണ് അമേരിക്ക അടക്കം ലോകമെമ്പാടും IT മേഖലയിൽ വർക്ക് ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതും. അതുപോലെ തന്നെ അമേരിക്കയിലെ വലിയ കമ്പനികൾ, അത് IT കമ്പനി ആവണമെന്നില്ല, IT കമ്പനികളല്ല, മാനുഫാക്ചറിങ് ആവാം, സേവന മേഖലയിലുള്ളതാവാം, അതിപ്പോൾ ആപ്പിൾ ആവാം, അല്ലെങ്കിൽ ആമസോൺ ആവാം, ഗൂഗിൾ ആവാം, ഇത്തരം കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് അവരുടെ വർക്കുകൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അമേരിക്കയിൽ വലിയ ചെലവാണ്. ഒരു മിനിമം വേജ് കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ പകുതി പോയിട്ട് 1/4 പോലും കൊടുക്കേണ്ടതില്ല ഇന്ത്യയിൽ ചെയ്യുമ്പോൾ. അതുകൊണ്ട് അമേരിക്കൻ കമ്പനികളുടെ IT വർക്കുകൾ ചെയ്യുന്നതൊക്കെ ഇന്ത്യയിലാണ്. അതിന് നിരോധനം ഏർപ്പെടുത്താനുള്ള നീക്കം ട്രംപ് മുമ്പോട്ട് വയ്ക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. അതായത് അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യേണ്ട. കോൾ സെൻ്ററുകൾ നമുക്കറിയാമല്ലോ, അവിടേക്കുള്ള ഒരു സേവനം, അവിടെ മനുഷ്യൻ ആശുപത്രിയിൽ പോകണമെങ്കിൽ, ആംബുലൻസ് വിളിക്കണമെങ്കിൽ, അല്ല അങ്ങനെ എന്ത് ആവശ്യമുണ്ടെങ്കിലും ആ കോൾ കണക്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അതാണ് ലാഭകരം. അപ്പോൾ അത്തരത്തിൽ ഇവിടെ പല ഷിഫ്റ്റുകളിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇന്ത്യയിലെ ഔട്ട്സോഴ്സിങ് വർക്കിനെ, അത് IT മേഖലയാണെങ്കിലും അല്ലാതെയും ഔട്ട്സോഴ്സിങ് വർക്കിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നീക്കം ട്രംപ് നടത്തുന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ മാധ്യമങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ആത്യന്തികമായി ഇത് ഇന്ത്യക്ക് ക്ഷീണം ചെയ്യും. തീർച്ചയായും ഒരുപാട് തൊഴിലില്ലായ്മയുടെ പ്രശ്നമുണ്ടാവും, ഇന്ത്യയുടെ വളർച്ചയെ ബാധിക്കും. എന്നാൽ അടിസ്ഥാനപരമായി ദോഷം ചെയ്യുന്നത് അമേരിക്കയ്ക്കാണ്.
ഇന്ത്യയിലെ സോഴ്സ് വേണ്ട എന്ന് വെച്ചാൽ വില കൂടിയ അമേരിക്കൻ തൊഴിലാളികൾ ഉപയോഗിക്കേണ്ടി വരും. അമേരിക്കൻ കമ്പനികളുടെ സേവന നിരക്ക് കൂടും, അമേരിക്കയുടെ പണപ്പെരുപ്പ് കൂടും. ഇത് തന്നെയാണ് ഇറക്കുമതിക്ക് ചുങ്കം ഏർപ്പെടുത്തുമ്പോൾ 50% ചുങ്കം ഏർപ്പെടുത്തുന്നത് ഇന്ത്യക്കാർക്കല്ല, അമേരിക്കക്കാർക്കാണ്. ഇന്ത്യക്കാർക്ക് ഒരു ചുങ്കം ഏർപ്പെടുത്താൻ കഴിയില്ല, ഇന്ത്യക്കാർക്ക് അങ്ങോട്ട് സാധനം അയക്കാൻ കഴിയില്ല. പക്ഷെ അമേരിക്കക്കാരുടെ ഉൽപ്പന്നങ്ങളുടെ വില കൂടും. അടിസ്ഥാനപരമായി അമേരിക്കൻ ജനതയ്ക്കെതിരെയാണ് ട്രംപ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ പുറത്തറിയാത്ത തരത്തിലുള്ള ചില നീക്കങ്ങൾ ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. ഈ GST പരിഷ്കാരം ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയെ ഉഷാറാക്കാനും ഉപഭോഗം വർദ്ധിപ്പിക്കാനുമാണ് എന്ന് നമ്മൾ കണ്ടു. എന്നാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചില യുദ്ധപ്രഖ്യാപനങ്ങളുണ്ട്. അതിലൊന്ന് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിന് 40% നികുതി ഏർപ്പെടുത്തി എന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കണം, മദ്യത്തിനോ സിഗരറ്റിനോ 40% നികുതി ഏർപ്പെടുത്തുന്ന പോലെ അല്ല സോഫ്റ്റ് ഡ്രിങ്കിന് നികുതി ഏർപ്പെടുത്തുന്നത്. എല്ലാത്തരം സോഫ്റ്റ് ഡ്രിങ്കുകൾക്കും 40% നികുതി ഏർപ്പെടുത്തി. ഷുഗർ ടാക്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ കൊക്കക്കോള ആണെങ്കിലും പെപ്സി ആണെങ്കിലും തംസപ്പ് ആണെങ്കിലും റെഡ് ബുൾ ആണെങ്കിലും അത്തരത്തിൽ ഏത് സോഫ്റ്റ് ഡ്രിങ്ക് ആണെങ്കിലും അതിന് 40% നികുതിയായി. അതിൻ്റെ വില കുതിച്ചുയരും. ഇതിന് ഇന്ത്യ കുറ്റപ്പെടുത്താൻ പറ്റുമോ? സാധ്യമല്ല. കാരണം ഒരു റെഡ് ബുള്ളിൻ്റെ കണക്ക് പറയുന്നത്, ഒരു റെഡ് ബുൾ കഴിക്കുന്ന എനർജി ഡ്രിങ്കാണ്. ഈ റെഡ് ബുള്ളിൻ്റെ അകത്ത് ഏതാണ്ട് 4-5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേരുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് 4-5 ടീസ്പൂൺ പഞ്ചസാര, ഏറ്റവും വലിയ വിഷമാണ് പഞ്ചസാര. വാസ്തവത്തിൽ പഞ്ചസാര നിരോധിക്കേണ്ടതാണ്. ഞാൻ ഇതിനു കൂടെ ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ചെയ്യണം. എക്സസൈസ് ചെയ്യണം, ഭക്ഷണം കുറയ്ക്കണം, അത് ചെയ്യണം എന്നൊക്കെ പറയും. ഇതൊക്കെ നമുക്ക് സാധിച്ചെന്ന് വരില്ല. എക്സസൈസ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല, ഭക്ഷണം കുറയ്ക്കാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ പഞ്ചസാര പടിപടിയായി ഉപേക്ഷിക്കുക. പഞ്ചസാര ഉപേക്ഷിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം സോഫ്റ്റ് ഡ്രിങ്കുകൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക. പിന്നീട് ജിലേബിയും ലഡുവും ഒക്കെ ഉപേക്ഷിക്കുക. ഇത്തരത്തിൽ പഞ്ചസാര പൂർണ്ണമായും ഉപേക്ഷിച്ചാൽ തന്നെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും. ഇന്ത്യ ഈ ലോകത്തിൻ്റെ ഡയബറ്റിക് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് 100 മില്യണിലധികം, 10 കോടിയിലധികം പേർക്ക് പഞ്ചസാര രോഗമുണ്ട്. ഏതാണ്ട് 130 മില്യണിലധികം പേർ അതിൻ്റെ വാതിക്കൽ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ ഏതാണ്ട് 20-25% ഷുഗർ ബാധിച്ചവരോ ബാധിക്കാനിടയുള്ളവരോ ആണ്. അതുകൊണ്ട് പഞ്ചസാരയെ നിയന്ത്രിക്കണം എന്നത് ആർക്കും കുറ്റം പറയാൻ കഴിയില്ല, ആവശ്യമുള്ള കാര്യമില്ല. പക്ഷെ ഇതിന് പിന്നിലെ ഒരു പൊളിറ്റിക്സ് നമ്മൾ നോക്കണം. എന്തുകൊണ്ടാണ് ഈ സോഫ്റ്റ് ഡ്രിങ്കുകൾക്ക് 40% നികുതി ഏർപ്പെടുത്തിയപ്പോഴും നമ്മുടെ മിഠായികളുണ്ട്, അതായത് കേരളത്തിലൊഴികെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഇടങ്ങളിലും സ്വീറ്റ് ഷോപ്പുകളുണ്ട്. അവിടെയെല്ലാം ജിലേബിയും ലഡു ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വഴി നീളം ഇങ്ങനെ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരിക്കുന്ന നിരവധി മിഠായികളുണ്ട്. ഈ മിഠായി കച്ചവടമാണ് വാസ്തവത്തിൽ ഇന്ത്യക്കാർ ഈ രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇളവ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇതൊരു വളരെ കൃത്യമായ പൊളിറ്റിക്സ്, ആരും മനസ്സിലാക്കാത്ത ഒരു പൊളിറ്റിക്സ് ആണ്. അതായത് കൊക്കക്കോളയും തംസപ്പും പെപ്സിയും അടക്കമുള്ള ഇന്ത്യൻ സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് അമേരിക്കൻ കമ്പനികൾ. അവർക്ക് പണി കൊടുത്തു. അതേസമയം അതേ കാരണത്താൽ നിരോധിക്കാവുന്ന സ്വീറ്റ് ഷോപ്പുകൾ ഇളവ് ചെയ്തു കൊടുത്തു. ഇതുവഴി എന്ത് സംഭവിക്കും? കൊക്കക്കോളയും പെപ്സിയും അടങ്ങുന്ന വലിയ മാർക്കറ്റിന് വലിയ ഇടിവുണ്ടാവും. അതിന് വില കൂടുകയാണ്. ആ വില കൂടുമ്പോൾ സ്വാഭാവികമായും അതിന് ആൾക്കാരുടെ കുറവുണ്ടാവും. ഇന്ത്യൻ വിപണിയിൽ നിന്ന് കുറെ പുതിയ ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ വരും. അതിനൊരു പക്ഷേ സോഫ്റ്റ് ഡ്രിങ്ക് എന്ന പേരായിരിക്കില്ല. ഇത്തരത്തിൽ വളരെ വ്യക്തമായ കണക്കുകൂട്ടലോടെ പകയോടുകൂടിയാണ് മോദി മുമ്പോട്ട് പോകുന്നത്. ഇത് തന്നെയാണ് ട്രംപിനെ കലിപിടിപ്പിക്കുന്നതും. മോദിയോട് യുദ്ധം ചെയ്ത് മുമ്പോട്ട് പോവുക പ്രയാസമാണ്, കീഴടങ്ങാം, ഒത്തുതീർക്കാം എന്ന നിലപാടിലേക്ക് ട്രംപ് മാറുന്നതും.